കഴിഞ്ഞ 2 ദിവസമായി ദില്ലി ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു യോഗം നടക്കുകയാണ്. ആ യോഗത്തിന് ബി.ജെ.പി ഇട്ടിരിക്കുന്ന പേര് മുഖ്യമന്ത്രി പരിഷത്ത് എന്നുള്ള യോഗമാണ്. ഈ യോഗത്തിൽ, അതായത് കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തിരിച്ചടി നേരിടാനുള്ള പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര പദ്ധതികൾ പലതും ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നന്നായി നടത്താൻ പറ്റിയില്ല എന്നൊരു വലിയ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിമാരെയും ഉപമുഖ്യമന്ത്രിമാരെയും ദില്ലിക്ക് വിളിച്ച് കൊണ്ട് അവർക്ക് 2 ദിവസത്തെ ക്ലാസ്സാണ് നൽകിയിരിക്കുന്നത്. അവരോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പാവപ്പെട്ടവർക്കുള്ള വികസനവും പദ്ധതികളും എത്രയും പെട്ടെന്ന് നടപ്പാക്കുക, അതിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പാർട്ടിയുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല. പാർട്ടിയുടെ കാര്യം പാർട്ടി നേതാക്കന്മാരും മറ്റുള്ളവരും പാർട്ടിയുടെ കാര്യം നോക്കിക്കോളും. നിങ്ങൾ ഈ പദ്ധതികൾ എത്രയും പെട്ടെന്ന് നടപ്പാക്കുകയും പാവപ്പെട്ടവർക്കിടയിലേക്ക് ഈ പദ്ധതിയെ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ പല സംസ്ഥാനത്തും ബി.ജെ.പി ഭരിക്കുന്ന പല സംസ്ഥാനത്തും ഈ പദ്ധതികൾ ഇഴഞ്ഞു നീങ്ങുന്നതായിട്ടും അതിൻ്റെ ഫലം ആ റിസൾട്ടിൽ, ഇലക്ഷൻ റിസൾട്ടിൽ പ്രതിഫലിക്കാത്തതും കൊണ്ടാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ അത്തരം പദ്ധതികൾ പെട്ടെന്ന് നടപ്പാക്കുക. പ്രോഗ്രസ് കാർഡ്, അതായത് ഓരോ 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ കൃത്യമായൊരു അവലോകനം ഇനി മുതൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പരിഷത്ത് എന്ന് പറയുന്ന ഒരു യോഗം എല്ലാ 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ വിളിച്ചു ചേർക്കാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. പാർട്ടിയുടെ കാര്യം നിങ്ങൾ നോക്കണ്ട എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിമാരൊക്കെ പാർട്ടിയെയും ഒപ്പം തന്നെ ഭരണവും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ആ റിസ്ക് ഫാക്ടർ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരു പക്ഷേ അത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഭരണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, പാർട്ടിയുടെ അധ്യക്ഷനും മറ്റുള്ളവരും പാർട്ടിക്കാരെന്ന് നോക്കിക്കൊള്ളുമെന്ന് വ്യക്തമായി തന്നെ നിലപാടെടുത്തിരിക്കുന്നു ബി.ജെ.പി. ന്യൂസ് ഡെസ്ക്.